ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കുറവാണെന്നും സീറ്റ് കൊടുക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയില്ലെന്ന AICC വക്താവ് ഷമാ മുഹമ്മദിന്റെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു സതീശൻ. ഷമാ മുഹമ്മദ് പാവക്കുട്ടിയാണ്. അവരുമായി ഞാൻ സംസാരിച്ചു. പാർട്ടിയോട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞത് മോശം ഉദ്ദേശത്തിലല്ല. കോൺഗ്രസിനെതിരെ ഇനി ഒരു കാര്യവും പരസ്യമായി പറയില്ലെന്നും കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുമെന്നും ഷമ പറഞ്ഞു. വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെന്ന് അവർ പറഞ്ഞത് ശരിയാണ്, അത് സത്യമാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതിൽ വിഷമമുണ്ട്. ചെയ്യേണ്ടതായിരുന്നു. സിറ്റിംഗ് MP-മാർ വന്നപ്പോൾ പ്രായോഗികമായി വനിതകൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ വനിതക്കല്ലേ കൊടുത്തിരുത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വനിതക്കല്ലേ കൊടുത്തത്. ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായും പരിഹരിക്കും. വനിതകളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ പറ്റിയില്ലെന്നത് നേതൃത്വത്തിന് കുറ്റബോധമുള്ള കാര്യമാണെന്നും വി.ടി. സതീശൻ പറഞ്ഞു. എന്നാൽ ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നും വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നുമായിരുന്നു ഇന്നലെ K. സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന് പിന്നാലെ ഫേസ്ബുക്കിൽ മൈ ID എന്ന അടിക്കുറിപ്പോടെ AICC വക്താവ് എന്നുള്ള ചിത്രം ഷമ പങ്കുവച്ചിരുന്നു. തൻ്റെ ID ഫേസ്ബുക്കിൽ പങ്കുവെച്ച് AICC വക്താവ് ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല ഷമ എന്ന KPCC അധ്യക്ഷൻ K. സുധാകരൻ്റെ വാക്കുകൾ ചർച്ചയാകുന്നതിനിടയിലാണ് ഈ സംഭവം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള വക്താക്കളുടെ പട്ടികയിൽ തൻ്റെ ചിത്രസഹിതമുള്ള വിവരമാണ് ഷമ പങ്കുവച്ചത്. AICC വക്താവിനെ KPCC അധ്യക്ഷന് അറിയില്ലേ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ചോദ്യവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ലെന്ന ഷമയുടെ വിമർശനത്തിനെതിരെയാണ് സുധാകരൻ നേരത്തെ രംഗത്തു വന്നത്. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നാണ് K. സുധാകരൻ പറഞ്ഞതും. വിമർശനമൊക്കെ അവരോട് ചോദിച്ചാൽ മതിയെന്നും പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഷമ രംഗത്തെത്തിയത് പാർട്ടിയെ ആകെ ഞെട്ടിച്ചിരുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു. സംവരണ സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും താഴ്ന്നേനെ. പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല. തോൽക്കുന്ന സീറ്റാണ് എപ്പോഴും സ്ത്രീകൾക്ക് നൽകുന്നത്. വടകരയിൽ എന്നെ പരിഗണിക്കാമായിരുന്നു. മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ഉണ്ടായിരുന്നു. വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പരിക്ക് പറ്റും. ഇതായിരുന്നു ഷമയുടെ വാക്കുകൾ.